ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. മീഷോയിൽ നിന്ന് മേടിച്ച കുറേ കുഞ്ഞു പ്രോഡക്ട്സുകളാണ്. അത് ഇന്നൊന്നും മേടിച്ചതൊന്നും അല്ല കേട്ടോ. പല പ്രാവശ്യമായിട്ട് ഒരു 7-8 മന്ത് മുന്നേ മേടിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം മേടിക്കുമ്പോഴും അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കും. അപ്പോൾ കുറേ കുഞ്ഞു വീഡിയോകളെ ഒന്നിച്ചെടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതെല്ലാം കൂടെ യോജിപ്പിക്കുന്നതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. എല്ലാ പ്രോഡക്റ്റ്സും ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞു ബോക്സാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ കുഞ്ഞു ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ആക്സസറീസും കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ മേടിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം 200 രൂപ കുറവുള്ളതും 2-3 ഐറ്റം മാത്രം ഒരു ഇച്ചിരി വിലയുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാക്കിംഗ് ആണ് അവരുടേത്. അതായത് നോക്കിയാൽ ഇത്ര അടിപൊളി ജിമിക്കി കമ്മലാന്ന് നോക്കിയേ, സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഒരു മൾട്ടി കളർ ജിമിക്കിയാണ്. നല്ല പല കളറിലെ പെയിൻ്റൊക്കെ ചെയ്തു. വലിയ പെൻഡൻ്റാണ്. ഇതിൻ്റെ വില 159 രൂപയാണ്. 159 ആണ്. ഇതാ നോക്കിയാൽ വലിയ പെൻഡൻ്റ്. അതിന് ചുറ്റും നല്ല ഡിസൈൻ ചെയ്തിട്ട് അടിയിലൊക്കെ കുറേ മുത്തുകൾ, എല്ലാ കളറും ഉണ്ട്. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ. അതും പ്രത്യേകിച്ചും കേരള സാരിയുടെ കൂടെയൊക്കെ ഉടുത്ത് നല്ലൊരു മാലയൊക്കെ ഇട്ടിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും. അതിൻ്റെ ആണിയൊക്കെ നല്ല സ്ട്രോങ് ആണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഞാൻ ഊരി കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു ആക്സസറീസൊക്കെ മേടിക്കുമ്പോൾ അത് അപ്പം തന്നെ അൺബോക്സ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് 1 വീക്കിനുള്ളിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് വേറൊരു 2 കമ്മലാണ്. അത് നല്ല കിഡിലും കമ്മലാട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. ഇത് മോൾ ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തതാണ് എൻ്റെ വീഡിയോ കേട്ടോ. 2 കമ്മലാണത്. ഇത് രണ്ടും കൂടി 200-ന് താഴെയുള്ളൂ. ഇതൊരു സിൽവർ കളറാണ്. ഇത് ഷോൾഡർ വരെ ഹാങ് ചെയ്ത് കിടക്കും. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റത്ത് കുറേ മുത്തുകളും മിററ്, സ്റ്റാറൊക്കെ നോക്കിയാൽ നല്ല ഗ്ലേസിങ്. കോളേജ് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു കമ്മൽ. ഒരു റിങ്ങിനുള്ളിലൊക്കെ നല്ല രസമുണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഒരു ചെയിൻ പോലെയൊക്കെ കിടന്നിട്ട് ഇത് ഭയങ്കര ഭംഗിയില്ലേ, വലിയ റിങ്ങായിട്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവണേ. അപ്പോൾ ഇത് വേറൊരു സെറ്റ്. ഇതിൻ്റെ 2ൻ്റെ ആണിയൊക്കെ നല്ല ആണിയാണ്. അതൊന്നും ഒരു ഡാമേജൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇടയ്ക്കൊരു പണി കിട്ടിയതാണ്. ഇതായത് കാണിച്ചു തരാം. വേറൊരു ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഒരു കമ്മലാണ്. അതെനിക്കൊരു പണി കിട്ടി. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഭയങ്കര ഭംഗിയുള്ളൊരു കമ്മലായിരുന്നു കേട്ടോ. അതും അധികം ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളതല്ല. അപ്പോൾ ലാസ്റ്റ് പീസെന്നും പറഞ്ഞ് ഞാൻ മേടിച്ചതാണിത്. അതിൻ്റെ അതിൻ്റെ മുത്തൊക്കെ കാണുന്നത് അതൊരു സിൽവർ കളർ തന്നെയാണ്. ഇത് നോക്കിയാൽ കണ്ട നല്ല സിൽവർ കളറിൽ മിററൊക്കെ പിടിപ്പിച്ചിട്ട് താഴേക്ക് ഷോൾഡറും കഴിഞ്ഞ് താഴേക്ക് കിടക്കും. എന്തൊരു ഭംഗി, നല്ല രസമില്ലാണ്. താഴേക്ക് പോയി അപ്പം തന്നെ 2ൻ്റെ വിട്ടുപോയി. അതായത് 2ൻ്റെയും ആണിയുടെ ആ സൈഡിൽ വെച്ച് അത് ദ്രവിച്ചിരിക്കുകയായിരുന്നു. 2ഉം വിട്ടുപോയി. എനിക്ക് ഓൾഡ് സ്റ്റോക്ക് വല്ലതും ആയിരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അപ്പം തന്നെ റിട്ടേൺ കൊടുത്തു. നമ്മൾ പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ഒരു പീസ് ഇല്ല. അതുകൊണ്ട് അതങ്ങ് ഞാൻ ഉപേക്ഷിച്ചു. അടുത്ത പീസൊന്ന് നോക്കിക്കേ. അതിൻ്റെ റേറ്റ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ കമ്മൽ ഞാൻ മറന്നുപോയി. നമ്മളെ കുറച്ച് മുന്നേ മേടിച്ചതാണ്. 3 മാല, ഒരു കോംബോ പാക്കാണിത്. ഇത് മൾട്ടി കളർ. നമ്മൾ ആദ്യം കാണിച്ച ആ ജിമിക്കിയുടെ പോലെ തന്നെ ആ ജിമിക്കിയും ഈ മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കിഡിലനായിരിക്കും. എല്ലാ കളറും ഉണ്ട്. ഒരു ലൈറ്റ് വെയ്റ്റുള്ള അതിന് മാച്ചായിട്ടുള്ള ഒരു കമ്മലും ഉണ്ട്. ഈ മാലയ്ക്ക് 2 പെൻഡൻ്റ് ഉണ്ട് കേട്ടോ. 1 പെൻഡൻ്റ് ഇല്ല. എനിക്ക് പെൻഡൻ്റുള്ള മാല ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഓർത്ത് അതങ്ങനെ വെച്ചു. ഞാൻ ഈ മാല എടുത്തു. അപ്പോൾ ഈ മാലയെ അതിങ്ങനെ പിരിച്ച് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്കാട്ടോ. എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത്. ഇത് 2 അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ മാല കോംബോ 3 കൂടി 167 ആണ്. ഇത് അന്ന് മേടിക്കുമ്പോൾ ഇപ്പോൾ അതിന് എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല സൂപ്പറാണത്. നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഇത് വേറൊരു മാല കൂടി ഞാൻ കാണിച്ചു തരാവേ. അത് മീഷോയിൽ അതിൻ്റെ പിക്ചർ കണ്ടപ്പോഴും റിവ്യൂ കണ്ടപ്പോഴും ഒക്കെ നല്ല ഇഷ്ടം തോന്നി മേടിച്ചതായിട്ടോ. ഒരു സിൽവറിൻ്റെ പെൻഡൻറ്റും നല്ല ബ്ലൂ മുത്തൊക്കെ ആയിട്ട്. ഇത് കമ്മൽ നല്ല കിഡിലും കമ്മലാണ്. ഞാൻ ഇടുകയും ചെയ്തു. നല്ല രസമുണ്ട്. അതിൻ്റെ അറ്റത്തേക്ക് ആ മുത്തൊക്കെ തൂങ്ങിക്കിടന്നിട്ട് നല്ല ഭംഗിയുണ്ട്.
ബ്ലൂ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ. ഇതിൻ്റെ പെൻഡൻറ്റ് കൊള്ളാം, പക്ഷേ മുത്ത് അത്ര ക്വാളിറ്റി പോരാ, ലോക്കൽ മുത്ത് അതുകൊണ്ട് മാല ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ബ്ലൂ മാലയുടെ വില 161 ആണ്. അടുത്തത് ഒരു കുർത്തിയാണ് കേട്ടോ. നമ്മൾ എന്ത് സാധനം മേടിക്കുമ്പോഴും റിവ്യൂ ഒന്ന് നോക്കി മേടിക്കണം കേട്ടോ. അതിനകത്ത് കുറേ പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഈ കുർത്തി നല്ലതാണ്. ഈ ടോപ്പ് കുർത്തിക്ക് ഇതിന് ഇച്ചിരി 400 വിലയുണ്ട്. 414 ആണ് ഇതിൻ്റെ വില, 414. അത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഈ വിലയ്ക്ക് അത് നല്ല വെർത്താണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അടുത്ത കുറച്ച് പ്രോഡക്റ്റ് ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുത്താണ് കേട്ടോ. ഒരു 4-5 പ്രോഡക്റ്റ്സ് ഒരുമിച്ച് മേടിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും മേടിക്കുന്ന സാധനങ്ങളാണ്. ക്ലോത്ത് കവറാണിത്. നമ്മൾ അലമാരിയിലൊക്കെ ഡ്രസ്സ് മടക്കി അതുപോലെ തന്നെ വെക്കാനായിട്ട്. ഇത് ഷർട്ടിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ഇത് കോംബോ ആയിട്ട് 2 എണ്ണമായിട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്ത് കവറിൻ്റെ വില 2 എണ്ണത്തിന് 137 ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷർട്ടൊക്കെ മടക്കി ഇതിനുള്ളിൽ വെച്ച് ഈ സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്. ഇങ്ങനെ സിബ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് സാരിയോ മുണ്ടോ എന്ത് വേണേലും വെക്കാം. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. നമുക്ക് അലമാരിയിൽ സ്ഥലവും സേവ് ചെയ്യാനും നല്ലൊരു സാധനം കേട്ടോ. ഇത് ഒത്തിരി യൂസ്ഫുള്ളായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന അഡ്ജസ്റ്റബിളായിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സാണ്. 4 എണ്ണമാണ് ഒരു സെറ്റായിട്ട് കിട്ടുന്നത്. ഈ 4 എണ്ണത്തിനും കൂടെ 183 ആണ് അതിൻ്റെ പ്രൈസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ നമ്മുടെ ഗ്ലാസ് സ്റ്റാൻഡില്ലേ, അതിൽ ഓരോ ഇതിലേക്കും നമുക്കിതിനെ അത് കണ്ട് അവിടെ വെച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കയറ്റാം. പിന്നെ അതിനുള്ളിലേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പച്ചമുളക്, തക്കാളി, ഇഞ്ചി, ഇനി നാരങ്ങ, ഇതൊക്കെ നമുക്കിതിനകത്ത് ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ പുറത്താണെങ്കിലും നമുക്ക് വെക്കാം. ഉള്ളിയൊക്കെ ഇട്ട് വെക്കാനും നല്ലതാട്ടോ. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കാണിച്ചു തരാം. എന്താ ഇതുപോലെ ആ ഹാൻഡിൽ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വെക്കാം. ഞാൻ വെറുതെ ഒരു നെയ്യുടെ ബോട്ടിൽ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതും നല്ല സാധനമാണ്. എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടതായിട്ട് തോന്നിയൊരു ഇതാണ് ഈ സ്റ്റോറേജ് ബോക്സ്. പിന്നെ ഒരു സാധനം, ഇത് ഇവിടെയൊക്കെ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതും മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഒരു പെൻസിൽ ഷാർപ്പനറാണ് ലാക്മേയുടെ. റേറ്റൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ ലോക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. ഷോപ്പിൽ പോകാഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ മേടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് ഒരു ബാഗാണ്. ഇതും ഒരു കോംബോയാണ് കേട്ടോ. നല്ല ബ്ലൂ കളറിലെ ലെതർ ബാഗ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഫുൾ ലെതറൊന്നും അല്ല കേട്ടോ. ഈ ലെതർ ബാഗ് കോംബോയ്ക്ക് 432 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയാം. നല്ലൊരു ഹാൻഡിലും നല്ല ഡിസൈൻ ചെയ്ത ഇതൊക്കെയാണ്. 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ നടുക്കൊരു സിപ്പുണ്ട്. കൊള്ളാം, നല്ലതാണ്. നമുക്ക് കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ 2 എണ്ണം ഉണ്ട്. ഒരു പൗച്ചുണ്ട്, ഒരു പേഴ്സുണ്ട്, സ്ലിങ്ങൊക്കെ ഇട്ടത്. അപ്പോൾ ഈ പേഴ്സിനകത്ത് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിങ്ങനെ നിറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ സ്റ്റിഫായിട്ടിരുന്നോളും. അല്ലെങ്കിൽ ഇതായിട്ട് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ ചെറുതുണ്ട്, വേറൊരു ചെറുത് കൂടെ നമ്മൾ കണ്ടക്ടർമാരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പേഴ്സും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ലതാണ്. ഈ റേറ്റിന് അതൊക്കെ കുഴപ്പമില്ല. 3 എണ്ണം കിട്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മീഷോയിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ. എനിക്കിതൊക്കെ എല്ലാം ഉപകാരപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. Thank you.